മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ദി എൽ ബ്രാൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദിലീപ് നായകനായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ ബബ്ബബ്ബ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ഒരു വലിയ കാലയളവിന് ശേഷം മമ്മൂട്ടിയോടൊപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന മഹേഷ് നാരായൺ ചിത്രം MMMN, ആഷിഖ് ഉസ്മാൻ ചിത്രം L365, ദൃശ്യം 3, ജയിലർ 2 എന്നിങ്ങനെ ആരാധകർക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മാസ് എൻ്റർടൈനർ സിനിമയാണ് ഭയഭക്തി ബഹുമാനം. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ചിത്രം ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. സിനിമയിൽ ക്യാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലും ദിലീപും ഒരുമിക്കുന്ന ഒരു ഗാനരംഗം ഇതിനോടകം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രശസ്ത ഡാൻസ് കൊറിയോഗ്രാഫർ സാൻഡി മാസ്റ്ററാണ് ഈ ഗാനരംഗം കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ ഗാനരംഗമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നൂറിൻ ഷെരീഫും ഫഹീം സഫറും ചേർന്ന് തിരക്കഥ ഒരുക്കിയ സിനിമയിൽ ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അഭിനയിക്കുന്നു. മോഹൻലാലും ദിലീപും ഒരുമിക്കുന്ന സീനുകൾ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ബബ്ബബ്ബയുടെ ഷൂട്ടിന് ശേഷം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദ മച്ച് അവൈറ്റഡ് ദൃശ്യം 3യിലേക്കാണ്. ജോർജ് കുട്ടിയും കുടുംബവും മൂന്നാം ഭാഗമായി എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ അങ്ങ് വാനോളമാണ്. ദൃശ്യം 3 ഒരു യൂഷ്വൽ ത്രില്ലർ ഫോർമുലയിൽ ഒരുങ്ങുന്ന ചിത്രമല്ല എന്നും ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ചിത്രത്തെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ജിത്തു ജോസഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒന്നിക്കുന്ന MMMN എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മഹേഷ് നാരായൺ ചിത്രം അനൗൺസ്മെൻറ്റ് മുതൽ മോളിവുഡിൽ ചർച്ചാ വിഷയമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ലാലേട്ടനും മമ്മൂക്കയും ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നത് തന്നെയാണ്. ചിത്രത്തിൻ്റെ 60% ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു എന്ന് മഹേഷ് നാരായൺ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. നയൻതാരയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ശ്രീലങ്കയായിരുന്നു ചിത്രത്തിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ. മോഹൻലാലിൻ്റേതായി അനൗൺസ് ചെയ്യപ്പെട്ട മറ്റൊരു വലിയ പ്രൊജക്റ്റാണ് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. ഇഷ്ക്, അടി, ആലപ്പുഴ ജിംഖാന തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയ രതീഷ് രവിയാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. L365 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം ഒരു കോമഡി ത്രില്ലർ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ഓണം റിലീസായി ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ഒരുങ്ങിയ ചിത്രം മികച്ച അഭിപ്രായങ്ങളോടുകൂടി തിയേറ്ററുകളിൽ തകർത്തോടുകയാണ്. ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.